ഇന്ന് ഈ വൈകിയ നിമിഷം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നതിൻ്റെ നർമ്മപ്രധാനമായ ഉദ്ദേശം എന്തെന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും, ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തിജീവിതങ്ങൾ, യൗവനക്കാരികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപ സ്വഭാവങ്ങളിൽ ജീവിച്ചു പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടി നമുക്ക് വളരെ സുപരിചിതമാണ്. പലപ്പോഴും ഇതെങ്ങനെ തടയാമെന്നുള്ള ഒട്ടനവധി സെമിനാറുകളും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകളും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഉന്നത അധികാരികളും സ്കൂളുകളിൽ, കലാലയങ്ങളിലൊക്കെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇങ്ങനെ ലഹരിക്ക് വിരോധമായി, ലഹരിയിൽ നിന്ന് അവരെ വിമുക്തരാക്കി തീർക്കുവാൻ വേണ്ടി ഒത്തിരി പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പലപ്പോഴും ആ പ്രോഗ്രാമിൽ പലരും പങ്കെടുക്കാറുണ്ട്. പലരും അതിൽ നിന്നൊക്കെ മോചനം നേടണമെന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ആ ആസക്തിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപ സ്വഭാവങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന ഒരു തലമുറയെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പത്രമാധ്യമങ്ങൾ അതിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്രയെത്ര അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ പത്രങ്ങൾ തിരയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പല മാതാപിതാക്കളും വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയ തലമുറകൾ പോലും മാതാപിതാക്കളെ ഒരു വിലയുമില്ലാതെ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ അങ്ങേ അറ്റം അവർ ആസക്തിയിൽ മയങ്ങി മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുവാൻ കഴിയാതെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി കണ്ടതല്ലേ. പലപ്പോഴും വിദ്യാസമ്പന്നരെന്ന് നാം വളരെ പുരസരം നാം ഈ ദേശത്ത് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശത്ത് നടക്കുന്ന, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമെന്ന ആ പാപത്തിൻ്റെ മലിനത അവനെ മൂടിയിട്ട് അവന് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ പാപകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിലൊക്കെ വരാറുണ്ട്. എന്നാൽ മനുഷ്യന് അതിന് കഴിയാതെ പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് സുപരിചിതമാണ്. നമുക്ക് എന്തു തന്നെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും മനുഷ്യൻ പാപത്തിൻ്റെ മലിനതയിൽ കൂടി കടന്നു പോകുന്ന സംഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ താങ്കൾ ചോദിച്ചേക്കാം, ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്രാപിക്കാം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് കഴിയും. താങ്കളെ പാപത്തിൽ നിന്ന് മോചിതനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പലപ്പോഴും പലരും ഞങ്ങൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഇങ്ങനെ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താറുണ്ട്. പ്രിയ സുഹൃത്തെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞത് മുഖാന്തരം ക്രിസ്തുവിലുള്ള ഭ്രാന്ത് ഞങ്ങളെ പിടിച്ചിട്ട് ആ ക്രിസ്തുവിലുള്ള ആഗ്രഹവും ആശയും ഞങ്ങളെ ആ നിത്യതയിലേക്ക് നടത്തുവാൻ ഞങ്ങളെ കഴിയുന്നത് കൊണ്ടാണ് താങ്കളെയും ആ വഴിയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗങ്ങൾ വഴിയോരങ്ങളിൽ നടത്തുന്നത്. പലപ്പോഴും ഈ
ചെറിയ സന്ദേശങ്ങൾ പല വ്യക്തിജീവിതങ്ങളുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തി അവരെ പുറത്തു കൊണ്ടുവന്ന ഒട്ടനവധി സംഭവങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, അതുപോലെ താങ്കളെയും ഒരു നല്ല വ്യക്തിയായി സമൂഹത്തിന് നല്ല വ്യക്തിത്വമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. മാതാപിതാക്കൾ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തലമുറകളെ പഠനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ അയക്കുമ്പോൾ വിവിധ ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടുപോയി. ഒരുപക്ഷെ അവർ പോലും അറിയാതെ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. എന്തിനേറെ പറയണം, മദ്യത്തിനും മയക്കുമരുന്നിലും ആശ്രയിച്ച് വാഹനങ്ങൾ ഓടിച്ച് അവരുടെ ജീവൻ പൊലിയുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ പത്രവാർത്തകളിൽ കൂടി നാം കാണാറില്ലേ? പ്രിയ സുഹൃത്തെ, താങ്കളുടെ മക്കൾ താങ്കൾക്കൊരു തലവേദനയായി തോന്നുന്നു എന്നൊക്കെ പലപ്പോഴും താങ്കളുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള അനുഭവങ്ങളില്ലേ? എന്നാൽ ഇന്ന് താങ്കളെ ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇപ്രകാരം പഠിപ്പിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് തന്റെ സ്വർഗീയ സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് താണു വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു പാപിയായിരിക്കാം. താങ്കൾ പാപത്തിന്റെ വിവിധ മേഖലകളിൽ കൂടി കടന്നു പോയിട്ട് എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഞാൻ ഇതിൽ അടിമപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത താങ്കളെ ഭരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ ഉറച്ച സ്വരത്തിൽ ഇവിടെ വിളിച്ചു പറയുവാൻ കഴിയും: താങ്കളുടെ ഏത് പാപത്തിന്റെ സ്വഭാവത്തെയും മാറ്റി താങ്കളെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തിന്റെ മലിനതയിൽ കിടന്ന ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമീപത്തെ കടന്നു വന്നപ്പോൾ അവളെ കല്ലെറിയുവാൻ സമൂഹം ചുറ്റും കൂടി കയ്യിൽ കല്ലുമായി നിന്നപ്പോഴും കർത്താവ് അവളെ സ്നേഹിച്ചു. അവളുടെ പാപത്തിന് മോചനം നൽകി അവളെ സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിയാക്കി തീർത്ത് വേദപുസ്തകത്തിൽ ആ സ്ത്രീയുടെ പേരെഴുതി കാണിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ആ സ്ത്രീയുടെ പേരിനെ മാറ്റിയെങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിന്റെ ഏത് മലിന അവസ്ഥകളെയും മാറ്റി താങ്കളെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നസ്രായനേ ഉള്ളൂ. അത് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പലപ്പോഴും എന്താണ് രക്ഷ, എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്നൊക്കെയുള്ള ചിന്ത താങ്കളെ ഒരുപക്ഷെ ഭരിച്ചേക്കാം. എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ രക്ഷ പ്രാപിക്കണം എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും രോഗങ്ങൾ കടന്നു വരാറുണ്ട്. നാം ഒക്കെ രക്ഷപ്പെടുവാനായി ഹോസ്പിറ്റലുകളിൽ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി ഡോക്ടർമാർ നമ്മളെ പരിശോധിക്കാറുണ്ട്. പലപ്പോഴും ഡോക്ടർമാർക്ക് നമ്മളെ പരിശോധിച്ചിട്ട് അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. പ്രിയ സുഹൃത്തെ, ഈ ലോകത്ത് നന്നായി പഠിച്ച് മനുഷ്യന്റെ രോഗത്തെക്കുറിച്ചൊക്കെ പഠിച്ച് അവന്റെ രോഗത്തിന് മരുന്ന് കണ്ടെത്തുവാൻ കഴിയുന്ന ഡോക്ടർമാർ പോലും ചില രോഗങ്ങളുടെ നടുവിൽ, ചില ശാരീരിക ക്ലേശങ്ങളുടെ നടുവിൽ അവർ കൈയൊഴിയുമ്പോൾ നിങ്ങളെ കൈയൊഴിയാത്ത, നിങ്ങളെ ചാരത്ത് വന്ന് സൗഖ്യപ്പെടുത്തുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പലപ്പോഴും പല ഭവനങ്ങളിലും സമാധാനത്തിന്റെ അന്തരീക്ഷം കെടുത്തി മദ്യവും മയക്കുമരുന്നും നിങ്ങളെ ഭവനത്തിനകത്ത് നാശം വിതയ്ക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രഭാതത്തിൽ വളരെ പ്രതീക്ഷയോടെ ജോലിക്കൊക്കെ കടന്നുപോയിട്ട് തിരിച്ചു വരുമ്പോൾ മദ്യത്തിന്റെ ആസക്തിയിൽ ഭവനത്തിൽ കടന്നു വന്ന് ലഭിച്ച സാമ്പത്തികം മൊത്തം കള്ളുഷാപ്പുകളിലും ബാറുകളിലുമൊക്കെ ഒഴുക്കിക്കളഞ്ഞ് ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും ഭവനങ്ങളിലും ഉയർന്നു വരുമ്പോൾ, പ്രിയ സുഹൃത്തെ, താങ്കൾ അധ്വാനിക്കുന്ന അധ്വാന ബലം കൊണ്ട് മറ്റ് കമ്പോളങ്ങൾ അവരുടെ ഉയർച്ച കെട്ടിപ്പടുത്തുമ്പോൾ താങ്കൾ ഒന്ന് മനസ്സിലാക്കുക: താങ്കളുടെ കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ള സത്യം താങ്കൾ മറന്നു പോകാതെ കുടുംബത്തെ സ്നേഹിപ്പാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ മദ്യമെന്ന ആ ലഹരിയുടെ ഉപയോഗം
വിട്ടുകളഞ്ഞ് താങ്കൾ മടങ്ങി വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പഴയ ജീവിത കാലഘട്ടങ്ങൾ താങ്കളെ ഒരു പാപിയായോ അല്ലെങ്കിൽ ദേശത്ത് ഒരു മദ്യപാനിയായോ ഏത് നിലവാരത്തിലും താങ്കളെ താഴ്ത്തിക്കെട്ടിയ അനുഭവമായിരിക്കാം. താങ്കൾ ക്രിസ്തുവിങ്കലേക്ക് അടുക്കുവാൻ തയ്യാറായാൽ താങ്കളെ ഒരു രൂപാന്തരം വരുത്തി ദേശത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിങ്കലേക്ക് താങ്കൾ ഇന്ന് പകൽ താങ്കളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? പലപ്പോഴും ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ക്രിസ്തുവിനെ വഴിയോരങ്ങളിൽ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുവാൻ കഴിഞ്ഞു. പ്രിയ സുഹൃത്തെ, ഞങ്ങൾക്ക് മറ്റു ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് ഈ കവല പ്രസംഗങ്ങൾ നടത്തുന്നത്. ഞങ്ങളിൽ പല വ്യക്തികളും ജോലിക്ക് കടന്നു പോകുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, പഠിപ്പുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. ഞങ്ങൾ ഒരു സമയം ഒരു ദിവസം ഞങ്ങൾ മാറ്റിവെച്ചിങ്ങനെ സുവിശേഷം ദേശങ്ങളോട് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ ദേശത്ത് അനുഭവിക്കുന്ന മാന്യത നിങ്ങളും അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ ദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്താറുള്ളത്. പ്രിയ സുഹൃത്തെ, താങ്കൾക്കും താങ്കളായിരിക്കുന്ന ആ പ്രദേശങ്ങളിൽ ഒരു മാന്യതയായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു നിത്യജീവൻ ഉണ്ടെന്നുള്ള സത്യം പ്രിയ സുഹൃത്തെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, താങ്കൾ മറന്നു പോകരുത്. താങ്കൾ ഇന്ന് മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെയെന്ന് ഒന്ന് പരിശോധിക്കുവാൻ കഴിയുമോ? താങ്കളുടെ പാപത്തിന്റെ മലിനതയിൽ കൂടി കടന്നുപോയി താങ്കൾ മരിച്ചു. താങ്കളുടെ നിത്യ നരകത്തിൽ പോകണമോ, അത് നിത്യമായ സ്വർഗത്തിൽ കർത്താവ് വാഴുന്ന ആ രാജ്യത്തിൽ പോകണമോ എന്നുള്ള ഒരു ചിന്ത താങ്കളെ ഭരിക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരുപക്ഷെ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേക്കാം. അറിഞ്ഞെന്ന് വെച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, ഈ തിരുവെഴുത്ത് പറയുന്ന പ്രമാണങ്ങളെ നിങ്ങൾ പ്രമാണിക്കുവാൻ തയ്യാറായാൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരും എഴുതി കാണപ്പെടുവാനിടയായിത്തീരും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം നശിച്ച് നിത്യ നരകത്തിൽ പോകണമോ, നിത്യമായ സ്വർഗത്തിൽ പോകണമോ എന്നുള്ള കാര്യം താങ്കൾ ഒന്ന് ഹൃദയത്തിൽ അടിവരയിട്ട് ഒന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു താങ്കളുടെ സകല പാപങ്ങളെയും പോക്കി താങ്കളെ വെടിപ്പാക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ ശക്തനാണ്. താങ്കളുടെ പാപം എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നത് രോഗക്കിടക്കയിലായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് പുറത്തു വരുവാൻ കഴിയാൻ പറ്റാത്ത നിലവാരത്തിലുള്ള പാപപ്രവർത്തികളിൽ അകപ്പെട്ട് താങ്കളായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിങ്കലേക്ക്, കർത്താവായ യേശുവിങ്കിലേക്ക് ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവ്, എനിക്കിതിൽ നിന്നൊരു മോചനം വേണം, ക്രിസ്തുവിനെ എനിക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹവും വാഞ്ചയും താങ്കളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു നിമിഷം താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും. ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നല്ലവരായ ദേശനിവാസികളോടുള്ള ക്രിസ്തുവിലുള്ള നന്ദിയും വന്ദനത്തെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമമിടുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.